കൊച്ചി നഗരസഭയുടെ ഒരു കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് രണ്ടുപേരിന്ന് കൊതുക് വലയ്ക്കുള്ളിലിരുന്ന് സമരം ചെയ്യുകയാണ്. കൊച്ചി നഗരസഭയിൽ ഈ പ്രദേശത്ത് മുഴുവൻ കൊതുക് പെറ്റുപെരുകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ജനങ്ങൾ മരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ സമരവുമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. നമുക്ക് ഇവരുടെ ഈ സമരത്തിൻ്റെ കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. വർഷകാലം തുടങ്ങിയ അന്നു മുതൽ കാണകളും റോഡുകളിലുമെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ്. കാരണം വർഷകാലത്തിന് മുൻകാലങ്ങളിലെല്ലാം കാണകൾ ക്ലീൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് ഏതാണ്ടും 2 വർഷക്കാലമായി വർഷകാലം വന്നാലും വേനൽക്കാലം വന്നാലും ഒന്നും കാണകൾ ഈ കോർപ്പറേഷൻ അധികാരികൾ ക്ലീൻ ചെയ്യുന്നില്ല. ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ കാണകളിലെല്ലാം കൊതുകിൻ്റെ ലാർവ കൂടി വരികയാണ്. വീടിനകത്ത് പോലും ഇരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാ ആസ്പത്രികളിലും വരുന്ന രോഗികളിൽ ഏതാണ്ടും 90% രോഗികളും പനിയുമായിട്ടാണ് കടന്നു വരുന്നത്. അവരെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഡെങ്കി എന്നുള്ളതാണ്. ഡെങ്കി കോർപ്പറേഷൻ അധികാരികളുടെ കണ്ണ് തുറക്കണം. അതിനുവേണ്ടി കൊതുക് വല കെട്ടി ഞങ്ങൾ അതിനകത്ത് പ്രതീകാത്മകമായ ഒരു സമരം സംഘടിപ്പിക്കുകയാണ്. അത്രത്തോളം ഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ഈ കൊച്ചി നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആ ഘട്ടത്തിനുള്ളിലുണ്ട്. ഇവരൊന്നും പുറത്തിറങ്ങി നോക്കില്ല. ഉള്ളിൽ അടയിരുന്നുകൊണ്ട് മറ്റ് ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഭേദമാക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെയൊക്കെ മേലാളന്മാർ എച്ചുണ്ട്, ആരോഗ്യ കമ്മിറ്റി ചെയർമാനുണ്ട്. ഇവർക്ക് കൃത്യമായ നടപടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിലൊരു എന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്റെ ഡിവിഷനിൽ ഡെങ്കിപ്പനി ഉണ്ട്. ഒരു പെൺകുട്ടി ഡെങ്കിപ്പനി ചികിത്സ നെഗറ്റീവായി. പക്ഷെ ഈ ശാരീരിക വിഷമത കൊണ്ട് അവർ മരണപ്പെട്ടു. അങ്ങേര് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 150 പണിക്കാരെ ഇപ്പൊ തന്നെ നിയമിക്കുന്ന പറഞ്ഞ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ അതിന്റെ ബദലായിട്ട് 150 പണിക്കാരെ വെക്കുന്ന പറഞ്ഞ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം വെക്കേണ്ട കാര്യമാണോ? ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത് നിരന്തരമായി ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, കൗൺസിൽ പറയുന്ന കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു നാട്ടിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായി ഇടപെടൽ നടത്തേണ്ട കൊച്ചി നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വൻ തോൽവിയാണെന്നാണ് ഒരു കൊച്ചി നഗരസഭാ കൗൺസിൽ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. വൻ തോൽവിയാണ്. ഒന്നും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ മേയർക്ക് ഒരു കത്തയച്ചിട്ടാണ് ഈ സമരത്തിലേക്ക് വന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് കൊച്ചി നഗരസഭയുടെ പള്ളുരുത്തി മേഖലാ കാര്യാലയത്തിന്റെ പ്രദേശങ്ങൾ മുഴുവൻ, ഓഫീസ് കെട്ടിടത്തിന്റെ സമുച്ചയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധ സൂചകമായിട്ട് ഇവര് കൊതുക് നശീകരണം നടത്തുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇവരുടെ സമരം നടത്തുന്നത്. കൊച്ചി പള്ളുരുത്തിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിച്ചർഡ് റബല്ലോ.